പിന്നെ ലീഗേരാണ് ഇതിലുള്ളത് എന്നാണ് ഒരാരോപണം. പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ്. ലീഗായതുകൊണ്ട് പോലെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തി. സമസ്ത കേരള മുസ്ലിമീങ്ങളുടെ സർവതോമുഖമായ ഉത്കർഷത്തിനുള്ള സംഘടനയാണ്. മുസ്ലിമീങ്ങൾ മുസ്ലിം ലീഗിലൊക്കെ മുസ്ലിം അംഗങ്ങളുണ്ടാകുക, അവർ സമസ്തൻ്റെ കൂടെ ഉണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മർഹൂം പാണക്കാട് പൂക്കോയ തങ്ങൾ, ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള ദുആ നിർവഹിച്ചത് ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാരാണ്. പവിത്രനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് മുസ്ലിം ലീഗിന് വേണ്ടി ശക്തമായി ശബ്ദിച്ചിരുന്ന ആളാണ്. ആളുകളോടെ പറയുള്ളൂ, മുമ്പിൽ പ്രസംഗിക്കലില്ലാന്ന് മാത്രമേ ഉള്ളൂ. KV മുഹമ്മദ് മുസ്ലിയാരും KC ജമാലുദ്ദീൻ മുസ്ലിയാരും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. സമസ്തയിൽ വളരെ ഉന്നതമായ ശ്രേണിയിലുള്ളവരായിരുന്നു. അവർ മുസ്ലിം ലീഗുകാരായിരുന്നു. പരസ്യമായി പ്രസംഗിച്ചിരുന്നവരാണ് ലീഗിന് വേണ്ടി. മുസ്ലിമീങ്ങളുടെ ഈ ഐക്യം തകർക്കാൻ ഇവിടെ ചിലർ ചട്ടം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ വിശ്വസിക്കണില്ല, പിണറായി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ എന്നാലും നിങ്ങൾ വരികയെന്ന് ബലം കൂട്ടുകയാണ്. AKG ഇങ്ങനെ സ്വർഗത്തിൽ വിശ്വസിക്കണില്ലല്ലോ. റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്ക് കാവൽ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വർഗം, അതാണ് മുസ്ലിമീങ്ങളുടെ സ്വർഗം. ഈ പറഞ്ഞ ആൾക്കാരൊന്നും അതിൽ വിശ്വസിക്കണില്ല. അപ്പൊ മുസ്ലിമീങ്ങളെ ഛിദ്രിപ്പിക്കുവാൻ, ഭിന്നിപ്പിക്കുവാൻ, രണ്ട് ചേരികളിലാക്കി തീർക്കുവാൻ അതിവിദഗ്ധമായ ബുദ്ധിപൂർവം ആവിഷ്കൃതമായ സംവിധാനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. സർവ്വ തിന്മയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.